നമസ്കാരം. മല്ലൂസ് മില്ലൂസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. നമ്മളിപ്പോൾ മലേഷ്യയിലാണുള്ളത്. മലേഷ്യൻ ട്രാവൽ വ്ളോഗ്സിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണിത്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് നാഷണൽ മോണുമെൻറ്റ് മലേഷ്യയിലാണ്. ഇത് കോലാലംപൂരിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് നമ്മുടെ മലേഷ്യയെ സംബന്ധിച്ചത്. നാഷണൽ മോണുമെൻറ്റ് എന്ന് നമ്മൾ വിളിക്കുകയാണെങ്കിലും യഥാർത്ഥത്തിൽ തുഗു നഗാര എന്നാണ് ഇതിൻ്റെ പേര്. ശരിക്കും തുഗു നഗാരയുടെ ഇംഗ്ലീഷിലുള്ള അർത്ഥമാണ് ഈ നാഷണൽ മോണുമെൻറ്റ് എന്നുള്ളത്. നമുക്കറിയാം, ഒരു രാജ്യത്തിനെ സംബന്ധിച്ച് യുദ്ധം, സ്വാതന്ത്ര്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെയധികം പ്രാധാന്യമുള്ളതാണ്. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ജാപ്പനീസ് അധിനിവേശത്തിനെതിരെയും 1948 മുതൽ 1960 വരെ നീണ്ടു നിന്ന മലയൻ അടിയന്തരാവസ്ഥയ്ക്കെതിരെയും മലേഷ്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് മരണമടഞ്ഞവരെയും അനുസ്മരിക്കുന്ന ഒരു ദേശീയ സ്മാരകമാണ് ഈ തുഗു നഗാര എന്നുള്ളത്. ഇതിനടുത്താണ് മലേഷ്യൻ പാർലമെൻറ്റ് ഹൗസും സ്ഥിതി ചെയ്യുന്നത്. പുറത്ത് നല്ല വിശാലമായ പാർക്കിംഗ് ഉണ്ടായിരുന്നു. നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് അകത്തോട്ട് നടന്നു പോവുകയാണ്. ഉച്ച സമയമായതുകൊണ്ട് നല്ല വെയിലുണ്ട്. വെയിൽ നോക്കിയിരിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ കാഴ്ചകളും കവർ ചെയ്യാൻ പറ്റില്ല. ഈ കോമ്പൗണ്ട് നടന്ന് കയറി അകത്തോട്ട് കയറുമ്പോൾ എന്തായാലും മേൽക്കൂരയൊക്കെ ഉണ്ടാവുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. രണ്ട് വശങ്ങളിലുമായിട്ട് മലേഷ്യയുടെ ഫ്ലാഗുകൾ നിരനിരയായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി യുദ്ധത്തിൽ മരണപ്പെട്ടവരുടെ അവർക്ക് ആദരസൂചകമായിട്ട് അവരുടെ പേരുകൾ ഇവിടെയുള്ള ഈ സ്മാരകത്തിൽ കൊത്തിവെച്ചിട്ടുണ്ട്. ഈ മലേഷ്യൻ വ്ളോഗ്സിൻ്റെ വീഡിയോസ് ഞാൻ ഒരു ഓർഡർ ബേസിലാണ് അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾ ടൂർ പാക്കേജ് എടുത്ത് വരുന്നവരാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ ഇൻഡിവിജ്വലായിട്ടൊക്കെ വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതിൽ എപ്പിസോഡ് 1, എപ്പിസോഡ് 2 അങ്ങനെ നമ്മൾ അത് ഫോളോ ചെയ്തിട്ട് ഓർഡർ അനുസരിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ടൈം യൂസ് ചെയ്യാൻ പറ്റും, പിന്നെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതുമാതിരി ഒട്ടുമിക്ക എല്ലാ കാഴ്ചകളും നിങ്ങൾക്ക് കവർ ചെയ്യാനും പറ്റും. 1960 ഒക്ടോബറിൽ മലേഷ്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള തുങ്കു അബ്ദുൾ റഹ്മാനാണ് ഈയൊരു ദേശീയ സ്മാരകം എന്ന ആശയം മുന്നോട്ട് വച്ചത്. 1966 ഫെബ്രുവരി 8 ഈ തുഗു നഗാര ഔദ്യോഗികമായിട്ട് തുറന്നത്. മലേഷ്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന തുങ്കു അബ്ദുൾ റഹ്മാൻ 1957 മുതൽ 1970 വരെയാണ് സേവനം അനുഷ്ഠിച്ചിരുന്നത്. കയറിയ ഉടനെ നമുക്കൊരു വാട്ടർ ഫൗണ്ടൈൻ കാണാൻ പറ്റുന്നുണ്ട്. അതിൽ ആർട്ടിഫിഷ്യലായിട്ടുള്ള ആമ്പൽ പൂവുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു വാട്ടർ ഫൗണ്ടൈൻ ആണെങ്കിലും കാണുമ്പോൾ നമുക്ക് ഒരു സ്വിമ്മിംഗ് പൂളിൻ്റെ പ്രതീതിയാണ് കിട്ടുന്നത്. ഞാൻ ഫസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞ മാതിരി തന്നെയാണ് ഇവിടെയും. അതായത് സെക്യൂരിറ്റികളൊന്നും കാണാൻ പറ്റുന്നില്ല. കാര്യം വരുന്ന ടൂറിസ്റ്റുകൾ അതുപോലെ വേറെ ഒരു തരത്തിലുള്ള ഡാമേജസ് ഉണ്ടാക്കില്ല എന്നുള്ള വിശ്വാസമായിരിക്കും. എനിവേ ഇതൊരു പ്രത്യേക ഒരു വേറിട്ട അനുഭവം തന്നെയാണ്. ഇവിടുത്തെ തൂണുകൾ തികച്ചും കല്ലുകൾ കൊണ്ട് മാത്രം ഉണ്ടാക്കി വച്ചിരിക്കുന്നതാണ്. എല്ലായിടവും ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീനാണ്. നമുക്ക് ചപ്പ് ചവറുകളോ വേറെ ഒന്നും കാണാൻ പറ്റുന്നില്ല. തികച്ചും സൗജന്യമാണ് ഇതിനകത്തുള്ള പ്രവേശനം. ആയിരത്തി 1964 അതായത് ഈ വീരമൃത്യു അടഞ്ഞ ഈ സൈനികരുടെ ശവകുടീരം പഴയ സ്ഥലത്തു നിന്നും ഭാഗികമായിട്ട് കൊണ്ടുവന്ന് ഇവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇനിയാണ് നമ്മൾ ഈ നാഷണൽ മോണുമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഭാഗത്തോട്ട് പോകുന്നത്. ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ മലേഷ്യയുടെ ക്യാപിറ്റലായ കോലാലംപൂരിലായതുകൊണ്ട് തന്നെ ഇവിടെയുള്ള അമ്പരചുംബികളായിട്ടുള്ള കെട്ടിടങ്ങളെല്ലാം നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് കാണാൻ പറ്റും. നമ്മളിനി സ്റ്റെപ്പ് വഴി നടന്ന് കയറുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന വെങ്കല ശില്പങ്ങളുടെ കൂട്ടത്തിലാണ്. ഈ തുഗു നഗാരയുടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള സ്പോട്ട് ഇതാണ്. ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ സുഭാഷ് ചന്ദ്രബോസിനെയും ഭഗത് സിംഗിനെയും ഗാന്ധിജിയൊക്കെയാണ്. എല്ലാ വർഷവും യോദ്ധാക്കളുടെ ദിനമായിട്ടുള്ള ജൂലൈ 31 ഇവിടെ പുഷ്പാർച്ചന നടത്തി വരുന്നുണ്ട്. ഫെലിക്സ് ഡി വെൽഡനാണ് ഈ സ്മാരകം ഡിസൈൻ ചെയ്തത്. 1975 ഓഗസ്റ്റ് 27 കമ്മ്യൂണിസ്റ്റ് ഗറില്ലയുടെ സ്ഫോടനത്തിൽ ഈ സ്മാരകം ഏറെക്കുറെ തകർന്നെങ്കിലും
ഓസ്ട്രേലിയൻ ശില്പിയായിട്ടുള്ള ക്രിസ്റ്റഫർ കാർണിയുടെ നേതൃത്വത്തിൽ 4-അംഗ സംഘം ഇതിനെ വീണ്ടും പണി കഴിപ്പിച്ച് പഴയ അവസ്ഥയിലോട്ട് കൊണ്ടെത്തിച്ചു. മറ്റൊരു പ്രത്യേകത എന്നുള്ളത്, ഇവിടുത്തെ ഒരു സൈനികൻ എല്ലാ ദിവസവും ആകുമ്പോഴത്തേക്കും മലേഷ്യൻ ഫ്ലാഗ് ഉയർത്തുകയും വൈകിട്ട് സമയമാകുമ്പോഴത്തേക്കും അത് താഴ്ത്തി കെട്ടുകയും ചെയ്യുന്നുണ്ട്. മലേഷ്യൻ യാത്രകൾ തുടങ്ങിയുള്ളൂ. നല്ല നല്ല വീഡിയോസ് വരാനിരിക്കുന്നുണ്ട്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ.